നാലു മക്കളെ ഒരുമിച്ച് ഖബറിലേക്കിറക്കുന്ന സങ്കടകരമായ ഒരു കാഴ്ചയാണ് ഇന്ന് നമ്മൾ കണ്ടത്. എത്രയോ സങ്കടമുള്ള കാഴ്ചകളാണ് ഓരോ ദിവസം നമുക്ക് കാണേണ്ടി വരുന്നത്. കഴിഞ്ഞ ദിവസം കരുനാഗപ്പള്ളി ഗവൺമെൻറ് ആശുപത്രിയിലും പോലീസ് സ്റ്റേഷനിലുമൊക്കെയായി 70 വയസ്സ് കഴിഞ്ഞ ഒരു ഉമ്മയെ കൊണ്ടുവന്നു. ആരും ഏറ്റെടുക്കാനോ നോക്കാനോ ഇല്ലാത്ത ആ ഉമ്മയെ ഏഞ്ചൽസ് വാലിയിലേക്ക് ഏറ്റെടുക്കാൻ വേണ്ടിയാണ് പോലീസ് റിക്വസ്റ്റ് ചെയ്യുകയും വിളിച്ചു വരുത്തുകയും ചെയ്തത്. പക്ഷേ ആ ഉമ്മയുടെ മക്കളെ ബന്ധപ്പെടുകയും ആ മക്കളുമായി സംസാരിക്കുകയും ചെയ്തു. അതിലേറ്റവും മൂത്ത മകനെ പോയി കാണുകയും അദ്ദേഹത്തിൻ്റെ സാഹചര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്തു. ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ഒരു കുഞ്ഞു റൂം, ഒരൊറ്റ മുറി റൂമാണ്, വീടാണ് അദ്ദേഹത്തിൻ്റെത് കണ്ടത്. തറയിൽ ഒന്ന് നന്നായി ഇരിക്കാനോ കിടക്കാനോ ഒന്നും കഴിയാത്ത തരത്തിൽ കഴിഞ്ഞ ഒരു 20 കൊല്ലത്തിനിടയിൽ നമ്മളൊന്നും നമ്മുടെ നാട്ടിൽ കാണാത്ത അത്രയും പരിതാപകരമായ ഒരു വീടാണ് അവിടെ കാണാൻ കഴിഞ്ഞത്. അടുക്കള എന്ന് പറയുന്നത് എന്നോ ഇടിഞ്ഞു പോയിട്ടുമുണ്ട്. മുകൾ ഭാഗത്തു കൂടി മഴ പെയ്താൽ ഒരു തുള്ളി വെള്ളവും പുറത്തു പോകാത്ത തരത്തിലുള്ള ഒരു വീട് അവിടെ കാണാൻ സാധിച്ചു. ഓരോ ദിവസവും വിവിധങ്ങളായ സ്ഥലങ്ങളിൽ നിന്ന് മാതാവിനെ അല്ലെങ്കിൽ പിതാവിനെ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ഏതെങ്കിലും ആളുകളെയൊക്കെ എടുത്തുകൊണ്ട് പോകണം എന്ന് പറഞ്ഞുള്ള വിളികൾ വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലയിലെ കിഴക്കൻ പ്രദേശമാകുന്ന കണ്ണനല്ലൂരിൻ്റെ അപ്പുറത്തു നിന്ന് ഒരു കൂട്ടർ വിളിച്ചു. 40 കൊല്ലം പ്രവാസിയായ ഒരു പിതാവിന് കടത്തിണ്ണയിലാണിപ്പോൾ അഭയമുള്ളത്, അദ്ദേഹത്തിന് നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു. ആ കുടുംബം നല്ല നിലയിലൊക്കെ ആണെങ്കിലും ആ പിതാവിനെ ഒരു നിലയ്ക്കും സ്വീകരിക്കാനോ സംരക്ഷിക്കാനോ തയ്യാറാകുന്നില്ല. ഇങ്ങനെ എത്രയോ കഥകളാണ് കരഞ്ഞുകൊണ്ട് ഓരോ ദിവസവും കാണേണ്ടി വരുന്നത്. പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, എല്ലാവരും ഉപേക്ഷിക്കുകയാണ് എന്ന് നമുക്ക് അഭിപ്രായമില്ല. അതേസമയം ചിലരെങ്കിലും ഉപേക്ഷിക്കുന്നുണ്ട്. ചിലർ ഗതികേട് കൊണ്ട്, ഒന്ന് കാല് മുറിച്ച ഉമ്മയെ കിടത്താനൊരു വഴിയില്ലാത്തത് കൊണ്ടായിരിക്കാം ചിലർ ഉപേക്ഷിക്കുന്ന സാഹചര്യമുണ്ടാകുന്നത്. സമൂഹം, സമുദായം, മഹല്ല് കമ്മിറ്റികൾ, സന്നദ്ധ സംഘടനകൾ, നമ്മുടെ ചുറ്റുഭാഗത്തും എത്ര വീടുകളാണ് ഭക്ഷണം കഴിക്കാനില്ലാതെ വിഷമിക്കുന്നത് എന്ന് അറിയുകയും അന്വേഷിക്കുകയും ചെയ്യണം. നമ്മളൊരു സ്ഥാനത്തേക്ക് എത്തിക്കഴിയുമ്പോഴേക്ക് നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ ഏത് തരത്തിലൊക്കെ സന്തോഷിക്കുന്നുണ്ട് എന്നും സങ്കടപ്പെടുന്നുണ്ട് എന്നും അറിയുക എന്നത് നമ്മുടെ ബാധ്യതയായിരിക്കണം. യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് വിശന്ന് വലഞ്ഞ് ഒരു ആട്ടിൻകുട്ടി മരണപ്പെട്ടു പോയാൽ അതിൻ്റെ ഉത്തരവാദി ഞാനായിരിക്കും എന്ന് പറഞ്ഞ് വിലപിച്ച ഒരു ഖലീഫയുണ്ടായിരുന്നു. ലോകത്തിനാകമാനം മാതൃകയായ ധീരതയുടെയും യോദ്ധാവിൻ്റെയും ഒക്കെ പ്രതീകമായി നമ്മൾ പറയാറുള്ള ഖലീഫ ഉമർ ഏറ്റെടുത്ത ഉത്തരവാദിത്തത്തിനെ വളരെ ഹൃദ്യമായും ധീരതയോടെയും മനുഷ്യത്വപരമായും ഉപയോഗിച്ച ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ ഓർത്തുകൊണ്ടേയിരിക്കണം, നമ്മൾ റോൾ മോഡലാക്കിക്കൊണ്ടേയിരിക്കണം. രാത്രിയിൽ ആരുമറിയാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിപ്പോയി കിഴവിയായ ഉമ്മയെ പരിചരിച്ചുകൊണ്ട് ആരുമറിയാതെ തിരിച്ച് തൻ്റെ കുടിലിലേക്ക് വന്ന ഒന്നാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ അറിയണം. തെരുവുകളിൽ കിടന്ന് അന്തി ഉറങ്ങിയ പാവപ്പെട്ടവരും കുഷ്ഠരോഗികളുമായ ആളുകളെ ചേർത്തു പിടിച്ച മദർ തെരേസയെപ്പോലെ എത്രയോ ആളുകളുണ്ട് നമുക്ക് ചുറ്റും കാരുണ്യത്തിൻ്റെ കൈകളുമായി കടന്നു വരുന്നത്. നമുക്ക് മനുഷ്യരാകാം, മനുഷ്യത്വമുള്ളവരാകാം, സ്നേഹം പ്രകടിപ്പിക്കാം. പാലക്കാട് 4 മക്കൾ ഒരുമിച്ചാണ് ഇന്ന് മണ്ണിലേക്ക് മടങ്ങിയിട്ടുള്ളത്. നാം നമ്മളിലേക്ക് ചുരുങ്ങും. ഇന്ന് ട്രെയിനിങ്ങുകളിലൊക്കെ ഉയർന്നു കേൾക്കുന്ന ഒരു കാര്യമുണ്ട്, സെൽഫ് എസ്റ്റീം വർദ്ധിപ്പിക്കണമെന്നും നമ്മൾ നമ്മളെ സ്നേഹിക്കണം. അഫർമേഷനുകളൊക്കെ കൊടുക്കുന്നു ആളുകൾക്ക്. നമ്മൾ നമ്മളെ സ്നേഹിക്കണം അത്രേ. ഐ ലവ് ആൻഡ് അപ്രൂവ് ഓഫ് മൈ സെൽഫ് ആൻഡ് ഐ ആം സേഫ്. ഞാൻ സുരക്ഷിതനാണ് എന്നും ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ടിരിക്കണം എന്ന് ട്രെയിനിങ്ങുകളിൽ ഉച്ചയിസ്തരം ഉറക്കെ പറയുന്നുണ്ടത്രേ. ഐ ക്യാൻ, എനിക്ക് പറ്റും, ഐ ഡൂ, എനിക്ക് പറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം അത്രേ. ആർക്കാണ് ഇവിടെ കഴിയുന്നത്? ആർക്കാണ് ഇവിടെ എന്ത് കാര്യങ്ങൾക്കും മുന്നിട്ടിറങ്ങാൻ കഴിയുന്നത്? ഏകനായ പടച്ചവൻ നമുക്ക് തന്ന കഴിവല്ലാതെ മറ്റെന്താണ് നമുക്കുള്ളത്? അതുകൊണ്ട് എപ്പോഴും നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ആളുകളുടെ കണ്ണിൽ വിരിയുന്ന സന്തോഷം കൂടിയാകണം നമ്മുടെ സന്തോഷവും, നമ്മൾ നമ്മെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതും. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മളെ സ്നേഹിക്കുക എന്നത്
അവരെൻ്റെ കണ്ണുനീരൊപ്പുകയും മറ്റുള്ളവർക്ക് സമാധാനവും സ്നേഹവും സാന്ത്വനവും നൽകുകയും ചെയ്യുന്നത് കൂടിയാണ് എന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് നമുക്ക് പറയാൻ കഴിയണം. 5 കൂട്ടുകാരികളിൽ ഒരാളെ മാത്രം ബാക്കിയാക്കി 4 പേർ മണ്ണിലേക്ക് മടങ്ങുമ്പോൾ 5-മതൊരാൾ എന്നാണ് മടങ്ങുന്നതെന്നും കാത്ത് അവരുടെ ഓർമ്മകളുമായി കഴിയുകയാണ്. മരണപ്പെട്ട മക്കൾക്ക് എല്ലാവിധത്തിലുമുള്ള പ്രതിഫലം പടച്ചവൻ നൽകി അനുഗ്രഹിക്കട്ടെ. ജീവിച്ചിരിക്കുന്ന ആ മകളടക്കം ആ കുടുംബത്തിലെ ഓരോരുത്തർക്കും പടച്ചവൻ സമാധാനവും ക്ഷമയും നൽകി അനുഗ്രഹിക്കട്ടെ. അത്യാഹിതങ്ങളിൽ നിന്ന്, സങ്കടങ്ങളിൽ നിന്ന് അവരെയും നമ്മളെയും പടച്ചറബ് കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. സഹകരിക്കുന്ന എല്ലാവർക്കും പടച്ചവൻ നന്മകൾ ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.